മനസ്സ് കഴിക്കുന്നിടത്തല്ലോ. അല്ല, നാളെയെങ്കിലും അവരെ വിവരം അറിയിക്കട്ടെ. മോള് വിളിച്ചിരുന്നു. ഇത്രയും വലിയ വലിയ ആളുകൾ വന്ന് വിളിച്ചിട്ടും പോകാതിരിക്കുന്നത് തെറ്റാന്നാ അവള് പറയുന്നത്. ഞാൻ പറയുന്നത് മറ്റൊന്നല്ലല്ലോ. പക്ഷേ മനസ്സിൽ ഓരോരോ ആശങ്കകൾ, അത് ആവശ്യമില്ലാത്തതാണെന്ന് വേണമെങ്കിൽ മറ്റുള്ളവർക്ക് തോന്നാം. പോണോ വേണ്ടയോ എന്നെ അലട്ടുന്നത് അതല്ല. ആ വിവാഹത്തിന്റെ മുഹൂർത്തം കേട്ടപ്പോൾ ഒരു നിമിത്ത ശങ്ക. കടൽ കടന്നാൽ പിന്നെ ജാതകവും പൊരുത്തവും ഒന്നും നോക്കണ്ടെന്ന് പറയും. എന്നാലും ഗ്രഹങ്ങൾ ലോകത്തെവിടെയും ഉള്ളതല്ലേ. ഒക്ടോബർ 15 പറയുമ്പോൾ കന്നി 28. അന്നൊരു മാരണം കൂടിയുണ്ട്. രാഹുവും കേതുവും മുഖത്തോട് മുഖം വരികയാണ്. ശനിയുടെ ദൃഷ്ടിയുണ്ട്. വിധിപ്രകാരം വിവാഹത്തിന് മുടക്കം വരും. മുടങ്ങുന്നതും നടക്കുന്നതും നമ്മളൊന്നും ചെയ്തിട്ടല്ലല്ലോ. അതിന്റെ വരും വരായികൾ അവര് നോക്കിക്കോളും. അവിടെ പോയാ നമ്മുടെ കൊച്ചിനൊരു രക്ഷ കിട്ടുമെങ്കിൽ പഠിത്തം കഴിഞ്ഞ് അലയുന്നത് കാണാൻ വയ്യ. ഇതിന്റെ ഇടയിൽ അവന്റെ ജാതകം ഞാനൊന്ന് മറിച്ചു നോക്കി. വ്യാഴം തുടങ്ങിയല്ലോ. ഒരു ജോലി, ഒരൊറ്റ ജോലി, അല്ലാതെ പല പല ജോലികൾ മാറിക്കയറുന്ന പരിപാടിയില്ല. ആ ജോലിയിൽ അവൻ രാജപദവിയിൽ എത്തുന്ന വിദേശവാസമാ പറയുന്നതും. അമ്മേ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. മെനക്കേടാണ്. പാസ്പോർട്ട്, അതിനുള്ള പോക്കുവരവ്. ആ സമയമുണ്ട്. ചിങ്ങം കഴിയുമ്പോൾ ഇവിടെ കല്യാണങ്ങളുടെ തിരക്ക് തീരുമല്ലോ. ആ, നീ എന്തത്ര വൈകിയേ? വൈദ്യശാല പോയിരുന്നു. ഇത് അച്ഛന്റെ കുഴമ്പ്. 2 മിക്സ് ചെയ്ത് ഒരു ഭരണിയിലാക്കി വെക്കണം എന്ന് പറഞ്ഞു. ഇത് അമ്മയുടെ കഷായം. അറിയാലോ, 60 മില്ലി ഇളം ചൂട് വെള്ളത്തിൽ 20 മില്ലി കഷായം ചേർത്ത് അതിരാവിലെ വെറും വയറ്റിൽ. മതിടാ, എന്നും കഴിക്കുന്ന എന്നെയാ ഇവനിപ്പോ പഠിപ്പിക്കാൻ വരുന്നത്. ദുബായിന്ന് മേനോ സാറെ വിളിച്ചിരുന്നു. രാത്രി തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർബന്ധിക്കണമെന്നും പറഞ്ഞു. അതിന് പോകാൻ തീരുമാനിച്ചല്ലോ. കൊടുക്കായി അമ്മേ. ഈ തീരുമാനത്തിന് പിന്നിലെ സ്ത്രീശക്തി അമ്മയാണ്. എന്നാല് ഈ സ്ത്രീശക്തിയോട് നീ പറഞ്ഞേക്ക്, എന്റെ കൂടെ നിന്റെ അമ്മ ഉണ്ടാവണം. അല്ലാതെ ഒരിടത്തേക്ക് ഞാനില്ല. അമ്മ വരുന്നില്ലേ? ബെസ്റ്റ്. പിന്നെ എന്ത് ഗൾഫ്? ഇത് നമ്മളെല്ലാരും കൂടെ ഉള്ള ഒരു സ്റ്റൈലും ട്രിപ്പ് അല്ലേ? അന്യദേശമാണ്, മത്സ്യമാംസാദികൾ ഭക്ഷിക്കുന്നവരാണ്, കക്കൂസി പോയ കടലാസ് ഉപയോഗിക്കുന്നവരാണ്. ഇങ്ങനെ ഓരോന്ന് പൊറുപൊറുക്കാൻ തുടങ്ങും. എന്റെ അമ്മ ഈ ഗൾഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പഴയതുപോലൊന്നും അല്ല. ഇവിടെ കിട്ടുന്ന എല്ലാ സാധനവും അവിടെയും കിട്ടും. രാവിലെ തൊഴാൻ പോണെങ്കിൽ അമ്പലം വരെ ഉണ്ട്. അതെ, ഏത് നാട്ടിലായാലും നമ്മുടെ ഉള്ളു ശുദ്ധമായി സൂക്ഷിച്ചാൽ മതി. ശുദ്ധി എന്ന് പറയുന്ന അഗ്നിയാ. വേണ്ടാത്തതെല്ലാം അവിടെ സ്വയം ദഹിച്ചോളും. അതെ. നമ്മുടെ ചുറ്റോട്ടത്തൊക്കെ ദോഹയിൽ പണിയെടുക്കുന്ന ചിലരൊക്കെ ഉണ്ട്. ഓരോരുത്തരെ കാണുമ്പോഴും നമ്മൾ പറയും അബ്ദുവിന്റെ കാര്യം. ഒരു കണ്ടുപിടിക്കാത്താണോ മെനക്കെടാത്താണോ എന്ന് നമ്മക്കറിയില്ല. ഇപ്പൊ എത്ര കൊല്ലായി ഉമ്മ? 9 വർഷമായി മോനെ. ഇവന്റെ തള്ള ഇവനെ പ്രസവിച്ച് 1 മാസമായപ്പോ പോയതാ ഓൻ. അങ്ങനെ ഇരിക്കുമ്പോ ഒരു എഴുത്ത് വരും. ഇത്രയും കാലമായിട്ട് അവന്റെ കെട്ടിയോളുടെ മൊബൈലിലേക്ക് 5ഓ 6ഓ പ്രാവശ്യം വിളിച്ചിരിക്കണേ. ആരെങ്കിലും ഏർപ്പാടാക്കി തിരുമേനി ഓനെ കണ്ടുപിടിച്ചേരണം. തിരുമേനി പറഞ്ഞ ഓൻ വരും. എനിക്ക് വിശ്വാസ. ഉമ്മാനെ മറന്നോട്ടെ. ഓന്റെ കെട്ടിയോളില്ലേ, ഒരു കുട്ടിയില്ലേ. എനിക്കിപ്പോ വന്ന് ഓളുടെ മുഖത്ത് നോക്കാൻ തന്നെ പേടിയാ. ഈ കവറിൽ ഓന്റെ ഫോട്ടോ ഉണ്ട്. ഞാനും ഓളും മാറി മാറി കുറെ എഴുതിയിട്ടുണ്ട്. അതിന്റെ അടിയിൽ ഇവനും ഏതാണ്ടൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ഉമ്മ വിഷമിക്കാതിരിക്കുക. നമുക്കവിടെ ആളുകളുണ്ട്. ഇക്കയെ തപ്പിയെടുത്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കട്ടെ. അടച്ചോനെ, കുറച്ച് സമാധാനം കിട്ടിയ പോലെ. ഇതാ പെട്ടിയിൽ സൂക്ഷിച്ചു നോക്ക്. ബസ് ഇറങ്ങി കുറച്ചു ദൂരം നടന്നു വന്നതല്ലേ, ഇത്തിരി സംഭാരമെങ്കിലും കഴിച്ചിട്ട് പോവാം. വാ മോനെ. എന്താ അമ്മയുടെ കയ്യിൽ ഒരു സഞ്ചി? തിന്നാൻ കൊള്ളാവുന്ന വല്ലോ ആണോ? ഇത് കുറച്ച് കടുമാങ്ങയാ. ആളകത്തുണ്ട്. ബാലു, ഏട്ടൻ ഒരു വട്ടം പറയും, അതങ്ങോട്ട് സാധിച്ചു കൊടുത്തേക്കണേ. എന്താ കാര്യം? അത് ഏട്ടൻ പറയും.
ആ ഗോന്നരെ താനും ബാലും ഒരാഴ്ച മുമ്പ് പോണം. അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ നോക്കണം. പോരായ്ക എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പറയണം. ലിസ്റ്റ് അനുസരിച്ചുള്ള പച്ചക്കറിയും പലവഞ്ഞനും ഒക്കെ സംഘടിപ്പിച്ച് വെക്കണം. ഞങ്ങള് 3 ദിവസം മുമ്പങ്ങ് എത്താം. വിളമ്പുകാർ തലേന്ന് വന്നാലും മതി. ഞാൻ പറയുന്നത് മനസ്സിലായോ? മനസ്സിലായി. ആ പിന്നെന്തായി ഗോവിന്ദ, പാൻറ്റൊക്കെ തയ്ച്ചോ? പാൻറ്റോ? പിന്നെ തന്റെ മുണ്ടും കോടൊന്നും പറ്റില്ല. വിമാനത്തിൽ കയറണമെങ്കിൽ നല്ല പാൻറ്റും കോട്ടും ഒക്കെ വേണം. അയ്യോ, അതൊന്നും ബാലു പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലായിരുന്നു? ഇല്ല. അപ്പൊ കുഴയല്ലോടാ ബാലുവേ. പാന്റ് ഇപ്പം എന്റെ പഴയത് 1-2 എണ്ണം തപ്പിയെടുക്കാം. പക്ഷേ കോട്ടിന്റെ കാര്യം ഇപ്പൊ എന്ത് ചെയ്യുന്നു? കോട്ടൊരെണ്ണം വേണേ ആരോടെങ്കിലും കടം വാങ്ങാം, ഇല്ലേ തപ്പിക്കാം, സമാധാനമുണ്ട്. ഇപ്പൊ അതല്ല. കല്യാണം കഴിഞ്ഞ അമ്മിണിയെ ഞാൻ എങ്ങും കൊണ്ടുപോയിട്ടില്ല. അവളും കൂടെ പോന്നോട്ടെ എന്ന് ഒരാഴ്ച അയച്ചിരുന്നാൻ തുടങ്ങി. അതൊരു മണിയടിക്കാനാ ഈ കടുമാകാൻ ഭരണി. ഇനി എങ്ങനെ ശരിയാവാനാ ഗോവിന്ദേട്ടാ? 15 പേരുടെ ലിസ്റ്റും പോയി അവരുടെയൊക്കെ വിസയും ടിക്കറ്റും റെഡി ആയിക്കൊണ്ടിരിക്കുക. 15 പേരോ? അതെന്തിനാ? 5 ദേഹെണ്ണം 10 പേര് വിളമ്പ്. ആ വിളമ്പിന്റെ 10 പേരുടെ കൂട്ടത്തില് അമ്മണിയെ കൂടി ദേഹണ്ണത്തിന് ഒരു സഹായം ആവുമല്ലോ. ഇല്ലെങ്കിൽ കിടന്നു പൊറുക്കാനൊക്കൂല. ഇനി ഒരാളെ വെട്ടി ഒരാളെ കേറ്റി അതൊന്നും നടക്കില്ല. ഇങ്ങനെ ഒരു വ്യാമോഹം ഉണ്ടെങ്കിൽ അത് നേരത്തെ പറയണ്ടേ എന്റെ ഗോവിന്ദേട്ടാ? ഇന്ന് അവൾ എന്നെ കൊല്ലും. അതിനിത് ടൂറൊന്നും അല്ലല്ലോ. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. താ സമാധാനായിട്ടിരിക്കും. ആ കോളടിച്ചല്ലോടാ ബാലു. ബിടെക് അല്ലെങ്കിൽ ഞാനൊരു ഡിഗ്രിക്കാരനാ. എന്ത് പണിയാണെങ്കിലും വേണ്ടൂല, ഈ നാട്ടുകാരുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിവായാ മതി. ഇതാരാടാ ഇത്? ഇതാണ് മേനോ സാർ, ഞങ്ങളുടെ അവിടുത്തെ ഹോസ്റ്റാ. അപ്പൊ ലാലേട്ടനോ? ലാലേട്ടൻ ഈ കൈ അങ്ങേർക്ക് തോന്നിയിട്ട് തോളിലിട്ടാണോ അതോ നീ പിടിച്ചു വെച്ചതാണോ? പോടെ ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമാണ്. ഇനി അവന് വേണമെങ്കിൽ സിനിമയിലും അഭിനയിക്കാം. ചെങ്കീരല്ലേ ഒതുക്കി വെച്ചിരിക്കുന്നത്. സമയോടെ. ബാലു പക്രു ഔട്ടായി. അടുത്ത നീയാ. അയ്യോ, പക്രു ഔട്ടായി. ചെല്ല് ആ. നമ്മളെ വിളിക്കാൻ വരാന്ന് പറഞ്ഞ ആളെ കാണുന്നില്ലല്ലോ. ആള് വന്നാലും വന്നില്ലെങ്കിലും എനിക്കിപ്പോ മൂത്രമൊഴിക്കണം. അത് വരുന്ന വഴിക്ക് അവിടെങ്ങാനും ആയിക്കൂടെ? അവിടെ ഒന്നും കണ്ടില്ലാതെ. ഞാൻ ഈ കാറിനിടയിൽ ഒന്ന് ഒഴിച്ചോട്ടെ. ചതിക്കല്ലേ, നമുക്ക് വഴി ഉണ്ടാക്കാം. അയ്യോ, ബാലശങ്കർ? അതെ. ഇത് ഗോവിന്ദൻ നായരല്ലേ? എങ്ങനെ മനസ്സിലായി? വേഷം കണ്ടപ്പോ മനസ്സിലായി. ഞാൻ ജോസ്മൻ. വണ്ടി ഇതാ കിടപ്പുണ്ട്, അങ്ങോട്ട് പോവാം. വന്നാട്ടെ. മുമ്പിൽ കേറാം. ഇവിടെ സ്റ്റിയറിംഗ്